സമാധാനത്തിന്റെയും ആരോഗ്യത്തിന്റെയും സന്ദേശമുയർത്തി കുവൈറ്റിൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായി ആഘോഷിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ പേരാണ് രാജ്യത്ത് യോഗ പരിശീലിക്കാൻ യോഗാ സെന്ററുകളിൽ എത്തുന്നത്. കുവൈറ്റിലെ സാൽമിയ ബോളിവേഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ 2000-ലധികം ആളുകൾ പങ്കെടുത്ത പരിപാടി ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. യോഗപ്രേമികൾ, ആയുർവേദ, പരമ്പരാഗത വൈദ്യശാസ്ത്ര വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ആയുഷ് ഫോറം എംബസി ആരംഭിക്കുമെന്ന് സ്ഥാനപതി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ പത്മശ്രീ അവാർഡ് ജേതാവും കുവൈറ്റ് യോഗ കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ അലി അൽ ജാബർ അൽ സബ, സൗദി അറേബ്യയിലെ അറബ് യോഗ ഫൗണ്ടേഷൻ സ്ഥാപകയും ഏഷ്യൻ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ പ്രസിഡന്റുമായ പത്മശ്രീ ശ്രീമതി നൌഫ് അൽ മർവായി, ഇന്തോനേഷ്യൻ അംബാസഡറും ഏഷ്യൻ അംബാസഡർമാരുടെ ഗ്രൂപ്പിൻ്റെ ഡീനുമായ ഡോക്ടർ അമീറ അൽ ഹസൻ, കുവൈറ്റിലെ UN ഹാബിറ്റാറ്റ് മിഷൻ മേധാവി, വിവിധ എംബസികളിലെ നയതന്ത്ര പ്രതിനിധികൾ, കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചിരുന്നു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾ ഈ മാസം ആദ്യം ഇന്ത്യ ഹൗസിൽ നടന്ന വനിതാക്ഷേമ യോഗയോടെയാണ് ആരംഭിച്ചതെന്ന് സ്ഥാനപതി പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എംബസിയും കുവൈറ്റിലെ യോഗ പ്രേമികളുമായി ചേർന്ന് കമ്മ്യൂണിറ്റി സെൻ്ററുകൾ, കോർപ്പറേറ്റ് വേദികൾ, പ്രൊജക്റ്റ് സൈറ്റുകൾ, പൊതു ഇടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജോലി സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലായി 40-ലധികം യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. കൂടാതെ യോഗ പോസ്റ്റർ മത്സരവും യോഗ പെയിൻറ്റിംഗ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. യോഗ അന്താരാഷ്ട്ര ദിനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. എംബസിയും സെൻറ്റർ ഓഫ് ഇന്ത്യ സ്റ്റഡീസുമായി സഹകരിച്ച് എല്ലാ വെള്ളി, ശനി ദിവസങ്ങളിൽ പ്രഭാത യോഗാ സെഷനുകൾ സംഘടിപ്പിക്കുന്നതായും സ്ഥാനപതി കൂട്ടിച്ചേർത്തു. ജൂൺ 25 മുതൽ എല്ലാ വ്യാഴാഴ്ചകളിലും എംബസി ഓഡിറ്റോറിയത്തിൽ ഇന്ത്യൻ ഫിലിമുകൾ പ്രദർശിപ്പിക്കുമെന്ന് സ്ഥാനപതി പറഞ്ഞു. കപിൽ ദേവിൻ്റെ കഥ പറയുന്ന 83 ആണ് ആദ്യ ചിത്രം. ലോകകപ്പ് ഫുട്ബോൾ കളിക്കിടയിൽ അല്പം ക്രിക്കറ്റിനെ ആസ്വദിക്കുക എന്നതാണ് ഉദ്ദേശമെന്ന് സ്ഥാനപതി കൂട്ടിച്ചേർത്തു. സാൽമിയ ബോളിവുഡ് ഗ്രൗണ്ടിൽ നിന്നും അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്.